തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് 23:43. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അതിമഹത്തായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് നാം പരിചിന്തനം ചെയ്യുന്നത്. വാഗ്ദാനങ്ങളുടെ മഹിമ നിർണയിക്കപ്പെടുന്നത് 2 കാര്യങ്ങളാലാണ്. ആര് വാഗ്ദാനം ചെയ്തു? നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ടത് കാൽവരിയിലേക്കാണ്. ദൈവപുത്രനായ ക്രിസ്തു ദുഷ്പ്രവൃത്തിക്കാരായ 2 പേരോടൊപ്പം അവരുടെ ഇടയിൽ ക്രൂശിന്മേൽ കിടക്കുന്നു. ഒരു കുറ്റവാളിയെപ്പോലെ മരക്കുരിശിന്മേൽ അവിടുന്ന് പിടഞ്ഞു വേദനിക്കുകയാണ്. ജനത്തിൻ്റെ പ്രധാനികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. പടയാളികൾ ആക്ഷേപസ്വരത്തിൽ ജയ് ജയ് രാജാവേ എന്ന് അട്ടഹസിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന ഒരു അക്രമിയും പരിഹാസത്തിൻ്റെ വാക്കുകൾ യേശുവിനെതിരെ ചൊരിയുന്നു. യെരുശലേം പുത്രിമാരോട് യേശു പറഞ്ഞ വാക്കുകൾ കുരിശും വഹിച്ചുകൊണ്ട് യെരുശലേമിൻ്റെ വീതിയിൽ കൂടി കാൽവറിയിലേക്ക് യേശുവും ആക്രമികൾ 2 പേര് യാത്ര ചെയ്യുമ്പോൾ മാർഗമധ്യേ യെരുശലേം നിവാസികളായ സ്ത്രീ ജനങ്ങൾ യേശുവിനോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് വിലപിച്ചു. അപ്പോൾ യേശു അവരിലേക്ക് തിരിഞ്ഞ് അവരോട് പറഞ്ഞ വാക്കുകൾ: നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. യേശുവിനോട് ഒപ്പം കുരിശിച്ച ആ കള്ളൻ തല തിരിച്ച് യേശുവിനെ നോക്കിയിരിക്കണം. അപ്പോൾ ക്രൂശിൻ്റെ മുകളിലെ മേലെഴുത്ത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം: നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ആ കള്ളനോട് യേശുവിൻ്റെ ഒരു വിലയേറിയ വാഗ്ദാനം ഉണ്ടായിരുന്നു. നാം അപേക്ഷിക്കുന്നതിൽ എത്രയോ അധികമായി നമുക്ക് നൽകുവാൻ ദൈവം സന്നദ്ധമാകുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതിനായിരുന്നു യേശുവിൻ്റെ മറുപടി: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ചോദിച്ചതിനേക്കാൾ എത്രയോ ഉന്നതമായ വാഗ്ദാനമായിരുന്നു അത്. ഇതിൽ നമുക്ക് 3 കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. 1, ഇന്ന്. വിദൂര ഭാവിയിൽ എന്തെങ്കിലും ലഭ്യമാകുമെന്നല്ല, ഇന്ന് തന്നെ, മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് സ്പഷ്ടം. 2, പർദീസായിൽ. പുണ്യവാന്മാരുടെ ആത്മാക്കൾ പുനരുത്ഥാന ദിവസം വരെ കഴിയുന്ന ഇടം. ആദിമപിതാക്കളുടെ ആദ്യ ഭാഗ്യാവസ്ഥയെയും പർദീസായിലെ വാസമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 3 വാക്കാണ് എന്നോടുകൂടെ എന്നുള്ളത്. ആധ്യാത്മികതയുടെ ദിവ്യ അനുഭവമാണ് ആ വാക്കുകൾ ധ്വനിപ്പിക്കുന്നത്. പരേതാത്മാക്കൾ ശൂന്യതയിലേക്കോ പ്രജ്ഞയറ്റ അനുഭവത്തിലേക്കോ നിബന്ധിച്ചു എന്നല്ല, കർത്താവിൻ്റെ വിശ്വാസത്തെ ജീവിച്ച് തന്നോടുള്ള സംസർഗത്തിൽ കഴിഞ്ഞ ഭക്തർ മരണാനന്തരം കൂടുതൽ സജീവമായ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഉൾക്കടമായി ആഗ്രഹിക്കുന്നത് എന്തെന്ന് വ്യക്തമാക്കുന്നു: വിട്ടുപിരിഞ്ഞ് ക്രിസ്ത്യാനിയോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഫിലിപ്പിയർ 1:23. മരണത്തെക്കുറിച്ച് ഭയമോ മരണാനന്തര അവസ്ഥയെപ്പറ്റി ഉദ്ഘാടനമോ ഉണ്ടാകേണ്ടതില്ല. കർത്താവ് നൽകുന്ന വലിയ വാഗ്ദാനം പ്രത്യാശയും ധൈര്യവും നൽകുന്നു. ഞങ്ങൾ ഇടവിടാതെ നിന്നെ അയച്ച പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ചു പുകഴ്ത്തുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.